നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലാണ്. ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പുതിയ ഭരണ നേതൃത്വം വരുന്നു എന്നതിനപ്പുറം സംസ്ഥാന ഭരണത്തിൽ നിർണായകമാണ്. ഇത് എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഒരുപോലെ അംഗീകരിക്കുകയും ചെയ്യുന്നുമുണ്ട്. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആര് വിജയിക്കുമെന്നതിൻ്റെ കൃത്യമായ ദിശാസൂചിക നൽകുന്നതാണ്. അങ്ങനെയെങ്കിൽ എല്ലാ അർത്ഥത്തിലുള്ള സെമി ഫൈനൽ ഒരു തർക്കവുമില്ല ആ കാര്യത്തിൽ. അത് മുന്നണി നേതൃത്വങ്ങളൊക്കെ അംഗീകരിക്കുന്നതാണ് എന്നു മാത്രമല്ല അതിനൊത്ത ക്രമീകരണങ്ങളും മുന്നൊരുക്കങ്ങളും തന്നെയാണ് എല്ലാവരും നടത്തുകയും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് 2026 ജനവിധി നിശ്ചയിക്കുന്നതിൽ മാത്രമാണോ നിർണായകമാവുക? അല്ല, അതാണ് യാഥാർത്ഥ്യം. പിന്നെ എന്തിലൊക്കെയാണ് നിർണായകമാവുക? കേരളത്തിലെ ഒരു പിടി രാഷ്ട്രീയ നേതാക്കൾക്ക് അവരുടെ നിലനിൽപ്പിൻ്റെ, അവരുടെ പാർട്ടിയിലെ അവരുടെ അധീശത്വം നിലനിർത്താൻ, മുന്നണിക്കകത്തെ അവരുടെ പ്രബലമായ ശക്തി നിലനിർത്താൻ കൂടി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. അങ്ങനെയെങ്കിൽ അത് ആർക്കൊക്കെയാണ് നിർണായകമാവുക? കൃത്യമായി അക്കമിട്ട് തന്നെ നമുക്ക് ഇക്കാര്യം നിരത്താം. അതിലൊന്ന് വരുന്നത് MV ഗോവിന്ദൻ, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി. രണ്ടാമത് വരുന്നത് VD സതീശൻ, പ്രതിപക്ഷ നേതാവ്. മൂന്നാമത് വരുന്നത് സണ്ണി ജോസഫ്, KPCCയുടെ പുതിയ അധ്യക്ഷൻ. നാലാമത് വരുന്നത് രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. അപ്പോൾ സ്വാഭാവികമായും വരുന്ന ഒരു സംശയമുണ്ട്, എന്തുകൊണ്ട് പിണറായി വിജയനെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയില്ല എന്ന ചോദ്യം. അതിന് കൃത്യമായ ഒരു കാരണമുണ്ട്. ആ കാരണത്തിലേക്ക് നമുക്ക് വിശദമായി തന്നെ വരാം. ഇതിനു മുമ്പായി നമുക്ക് പരിശോധിക്കാം നേരത്തെ ലിസ്റ്റിൽ പറഞ്ഞ ഓരോ പേരുകാർക്കും എന്തുകൊണ്ട് എങ്ങനെയൊക്കെ ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാകുമെന്ന്. ആദ്യത്തെ പേരുകാരൻ MV ഗോവിന്ദനാണ്, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. MV ഗോവിന്ദന് എങ്ങനെയൊക്കെ ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാകുമെന്ന് നോക്കാം. നമുക്കറിയാം MV ഗോവിന്ദൻ എങ്ങനെയാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി വരുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ്റെ പിൻഗാമിയായിട്ട് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം MV ഗോവിന്ദന് സ്വാഭാവികമായൊരു ചോയ്സ് കിട്ടുന്നു. അങ്ങനെ അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയി വന്നു. ആദ്യഘട്ടത്തിൽ ചില പ്രധാനപ്പെട്ട നീക്കങ്ങളൊക്കെ നടത്തി എന്നതിനപ്പുറത്തേക്ക് MV ഗോവിന്ദൻ്റെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി തലത്തിൽ വലിയ തരത്തിലുള്ള ഒരു സ്വാധീന ശക്തിയാവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം സംശയകരമാണ്. പക്ഷേ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ MV ഗോവിന്ദനെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ളതുമാണ്. MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകൾ നമുക്ക് പരിശോധിക്കാം. ഒന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പായിരുന്നു. അതിനുശേഷം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നു, വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നു, ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അതായത് MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊന്നും കാര്യമായ ശേഷിയും പ്രകടനവും നടത്താൻ ഇടതുമുന്നണിക്ക് പൊതുവിൽ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അതിന് മറ്റു ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടി ഉണ്ടെങ്കിൽ കൂടിയും മുന്നണിയെ നയിച്ച വ്യക്തി എന്ന രീതിയിലും പാർട്ടിയെ നയിച്ച വ്യക്തി എന്ന രീതിയിൽ കൂടിയും MV ഗോവിന്ദന് കൂടി അത് പ്രധാനപ്പെട്ടതായിരുന്നു. അപ്പോൾ അവകാശവാദങ്ങളോ അല്ലെങ്കിൽ വലിയ തെരഞ്ഞെടുപ്പ് വിജയ ഗാഥകളോ ഒന്നും മുന്നോട്ട് വെക്കാൻ തൽക്കാലം MV ഗോവിന്ദൻ്റെ മുന്നിലില്ല. അതുകൊണ്ട് കൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് MV ഗോവിന്ദൻ്റെ മുന്നിൽ ഏറെ നിർണായകമാവുന്നത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചേ മതിയാവൂ. അത് MV ഗോവിന്ദൻ്റെ നിലനിൽപ്പാണ്. ഇടതുമുന്നണിക്കൊരു വീണ്ടും ഒരു ഭരണ തുടർച്ച എന്നതിനപ്പുറം MV ഗോവിന്ദൻ എന്ന നേതാവിൻ്റെ നിലനിൽപ്പ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി സെക്രട്ടറി ആയുള്ള അദ്ദേഹത്തിൻ്റെ ഭാവിയിൽ അത് നിർണായകമാണ്. CPMനെ സംബന്ധിച്ച് നമുക്കറിയാം, സംസ്ഥാന സെക്രട്ടറിമാർക്ക് പാർട്ടിയിൽ വലിയ സ്വാധീന ശക്തിയുണ്ട്. CPMൻ്റെ സംഘടനാ സംവിധാനത്തിൽ സംസ്ഥാന കമ്മിറ്റിയുണ്ട്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട്, അതിനുമപ്പുറം സംസ്ഥാന സെക്രട്ടറിയുമുണ്ട്. ഇത്തരം സംവിധാനങ്ങളുണ്ടെങ്കിലും സെക്രട്ടറിയാണ് തന്ത്രപ്രധാനമായ റോള് CPMൻ്റെ സംഘടനാ രീതിയിൽ വഹിക്കുന്നത്. നമുക്കറിയാം, എത്രയൊക്കെ വിമർശനമുണ്ടെങ്കിലും CPM ഒരു കേഡർ പാർട്ടി തന്നെയാണ്. കേരളത്തിലുള്ള പാർട്ടികളിൽ ഏറ്റവും കേഡർ സ്വഭാവം നിലനിർത്തുന്ന പാർട്ടിയാണ് CPM, തർക്കമില്ല കാര്യത്തിൽ. അതുകൊണ്ടുകൂടി ആ തരത്തിലേക്ക് മുൻകാല സെക്രട്ടറിമാരുടെ തലത്തിലേക്ക് MV ഗോവിന്ദന് ഇതുവരെ ഉയരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വിമർശന വിധേയമായി തന്നെ പറയണം, അതിന് കഴിഞ്ഞിട്ടില്ല എന്നത്. പക്ഷേ ഇത്തവണ അത് തെളിയിക്കാനുള്ള അവസരമാണ് MV ഗോവിന്ദന്. അതായത് പാർട്ടിയുടെ സംഘടനാ രംഗത്തെ പ്രാദേശിക തലം മുതൽ സംസ്ഥാന തലം വരെ ഒരേ ചക്രമായി കൊണ്ടുവന്ന്, ഒരേ രീതിയിൽ കൊണ്ടുവന്ന് കോർത്തിണക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് ഒരുക്കുക, അതിലൂടെ വിജയം നേടിയെടുക്കുക. അങ്ങനെ വന്നാൽ അത് സംസ്ഥാന സെക്രട്ടറി തലത്തിൽ കൂടുതൽ അംഗീകാരം കിട്ടും. മുഖ്യമന്ത്രി പിണറായി വിജയന് ശേഷം ആര് എന്ന ചോദ്യത്തിൽ ഒരുപക്ഷേ MV ഗോവിന്ദൻ്റെ പേരൊക്കെ പരാമർശിച്ചു പോകാൻ പോലും ഇടവയ്ക്കുന്ന സാധ്യത നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് MV ഗോവിന്ദന് മുന്നിൽ ഉണ്ടാക്കുക എന്നതുകൂടി ഏറെ പ്രധാനപ്പെട്ടതാണ്. CPMൻ്റെ ഭാവി നിശ്ചയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ MV ഗോവിന്ദൻ തന്നെയാണ് ഏറ്റവും പരീക്ഷണ വിധേയമായി തീരുക ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം മറ്റു പാർട്ടികളുടെ കടന്നുവരവിനെയൊക്കെ എങ്ങനെ ചെറുക്കാൻ, എങ്ങനെ സംഘടനാ രീതി ഉപയോഗപ്പെടുത്താൻ MV ഗോവിന്ദൻ എന്ന സെക്രട്ടറിക്ക് കഴിയുന്നു എന്നതുകൂടി അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ കൂടിയായി
ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യമായ ഒരു കാര്യം. ഇനി നോക്കാം രണ്ടാമത്തെ നേതാവ്. അത് വി ഡി സതീശനാണ്, പ്രതിപക്ഷ നേതാവാണ്. നമുക്കറിയാം രമേശ് ചെന്നിത്തലയുടെ പിൻഗാമിയായി കടന്നു വന്ന വി ഡി സതീശൻ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്നതാണ് അദ്ദേഹം പൊതുവിൽ മുന്നണിക്കകത്തും പാർട്ടിയിലും അറിയപ്പെടുന്നത്. കാരണം കോൺഗ്രസിൻ്റെ സംഘടനാ തലത്തിൽ വലിയ പരിമിതികളുണ്ട്. ആ പരിമിതികളെ മറികടന്നുകൊണ്ട് മുന്നണികളെ ഒരു പ്രത്യേക രീതിയിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുക്കുക, കൃത്യമായ ചില തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുക, ഇതാണ് വി ഡി സതീശൻ്റെ ഒരു പ്രധാനപ്പെട്ട കഴിവായി അദ്ദേഹത്തിൻ്റെ അനുയായികളും പാർട്ടിയിലുള്ളവരുമൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നോക്കിയാൽ സതീശന് അവകാശപ്പെടാൻ ചില കണക്കുകളുണ്ട്, കഴിഞ്ഞ ചരിത്രങ്ങളുണ്ട്. ഉദാഹരണമായി നമുക്ക് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 5 വർഷ കാലയളവിനിടയിൽ നടന്ന ബൈ ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പുകൾ നമുക്ക് പരിശോധിക്കാം. അത് തൃക്കാക്കരയാവട്ടെ വലിയ വിജയം യു ഡി എഫിനുണ്ടായി. പുതുപ്പള്ളിയിലേക്ക് വരുമ്പോൾ യു ഡി എഫിന് വലിയ വിജയമുണ്ടായി. രണ്ടും യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു. പാലക്കാട് ബൈ ഇലക്ഷനിലേക്ക് വരുമ്പോഴും അവിടെ യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണെങ്കിൽ കൂടിയും വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയമുണ്ടായി. അതൊരു വലിയ രാഷ്ട്രീയ പരീക്ഷണമായിരുന്നു, പക്ഷേ അതിനെയും മറികടക്കാൻ കഴിഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇടതുമുന്നണിയുടെ കൈവശമുണ്ടായിരുന്ന ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ നിലമ്പൂരിൽ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അവിടെ വി ഡി സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ തന്ത്രങ്ങളൊക്കെ വിജയിക്കപ്പെട്ടതും കണ്ടതാണ്. ഇതിനിടയിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് കേരളത്തിൽ വലിയ വിജയമുണ്ടായിരുന്നു. പക്ഷേ ഇതിന് മുമ്പത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും സമാന വിജയമുണ്ടായിട്ടാണ് നിയമസഭയിൽ പരാജയപ്പെട്ടത്. അപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഒരു ട്രെൻഡിൻ്റെ സൂചനയാണ്. മീൻസ് അതായത് ഒരു കോൺഗ്രസിന് അനുകൂലമായ പൊതു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിനപ്പുറം കോൺഗ്രസിന് പ്രാമുഖ്യം കിട്ടുകയും യു ഡി എഫിന് പ്രാമുഖ്യം കിട്ടുകയും ആ തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന് നമുക്ക് കരുതാം. അപ്പോൾ എന്തായാലും കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ വി ഡി സതീശന് വലിയ അവകാശവാദങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട്. അതൊരു പരിധിവരെ ശരിയും താൻ. പക്ഷേ അവിടെ ചോദ്യമാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും, അതായത് ഈ ബൈ ഇലക്ഷനുകളിലൊന്നും വി ഡി സതീശന് പരീക്ഷണ വിധേയമാവാത്ത ഒരു കാര്യമുണ്ട്. സംസ്ഥാനത്തെ മുന്നണിയെ, പാർട്ടിയെ ഒരേ രീതിയിൽ ഒരുക്കേണ്ട സാഹചര്യം ഈ തെരഞ്ഞെടുപ്പുകളിലൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. തൃക്കാക്കരയാണെങ്കിൽ യു ഡി എഫിൻ്റെ സംവിധാനങ്ങൾ തൃക്കാക്കരയിലേക്ക് മാത്രം ഒതുങ്ങുന്നു. പുതുപ്പള്ളിയിലും അത് സംഭവിച്ചു, നിലമ്പൂരിലും അത് സംഭവിച്ചു, പാലക്കാടും അത് സംഭവിച്ചു. പക്ഷേ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, അവിടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും എല്ലാ ഇടങ്ങളിലും ഒരുപോലെ സംഘടനയെയും മുന്നണിയെയും ഒരുക്കി ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുക എന്നതാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു നേതാവ് വിലയിരുത്തപ്പെടുക. സംഘടനാശേഷി, അദ്ദേഹത്തിൻ്റെ നേതൃപാടവം സംസ്ഥാനമെമ്പാടും എത്ര കണ്ട് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നു എന്ന ചോദ്യം ഉണ്ടാവുക അങ്ങനെയാണ്. അതിനർത്ഥം വി ഡി സതീശൻ ഇതുവരെ വിലയിരുത്തപ്പെട്ടതല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ശരിക്കും അദ്ദേഹം വിലയിരുത്തപ്പെടുക. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയം വി ഡി സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിനും അങ്ങേയറ്റം നിർണായകമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തുകൊണ്ടൊക്കെയാണ് വി ഡി സതീശൻ ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാവുക എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. അവിടേക്ക് വരുമ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ, അവകാശവാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ശരിയെന്ന് തെളിയിക്കാൻ തീർച്ചയായും ഈ തദ്ദേശ വിജയം അനിവാര്യമാണ്. തദ്ദേശത്തിൽ ഒരു പരാജയമുണ്ടായെങ്കിൽ സ്വാഭാവികമായും ഇടതുപക്ഷം വീണ്ടും എന്നൊരു തോന്നലുള്ളവായി യു ഡി എഫിൻ്റെ പിന്നോട്ട് പോക്കായിരിക്കും സംഭവിക്കുക. അതുകൊണ്ട് തദ്ദേശത്തിലൊരു വിജയം അനിവാര്യമാണ്. മുന്നണിയെ നയിക്കുന്ന വ്യക്തി എന്ന രീതിയിൽ ഏറ്റവും പ്രധാനം അത് വി ഡി സതീശന് കൂടിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അടുത്ത മുഖ്യമന്ത്രി ആര്? യു ഡി എഫിന് ഭരണം കിട്ടിയാൽ ആരാവും മുഖ്യമന്ത്രി എന്ന ഒരു കുഴയ്ക്കുന്ന പ്രശ്നം യു ഡി എഫിനകത്തുണ്ട്, കോൺഗ്രസിനകത്തുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം വി ഡി സതീശൻ തന്നെയാവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ഉത്തരം നൽകണമെങ്കിൽ അവിടെ ഈ തദ്ദേശ വിജയം യു ഡി എഫിന്, വി ഡി സതീശന് അനിവാര്യമാണ്. ഒപ്പം മുന്നണിക്കകത്ത് വി ഡി സതീശൻ എന്ന അധികാര കേന്ദ്രം അതേ അർത്ഥത്തിൽ നിലനിൽക്കണമെങ്കിൽ കൂടിയും തദ്ദേശ ഭരണം നിർണായകമാണ്. ഒരു പക്ഷേ തദ്ദേശത്തിൽ ഒരു പരാജയമുണ്ടായെങ്കിൽ കോൺഗ്രസിനും അല്ലെങ്കിൽ മുന്നണിക്കും ഒരു പുതിയ നേതൃത്വമോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയോ പോലും ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് വി ഡി സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഭാവിയിലും ഈ തെരഞ്ഞെടുപ്പ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അങ്ങേയറ്റം നിർണായകമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമുക്കിനി നോക്കാം അടുത്ത വ്യക്തി. അതാരാണ്? സണ്ണി ജോസഫ് എന്ന KPCCയുടെ പുതിയ അധ്യക്ഷൻ. സാധാരണ രീതിയിൽ പറയുമ്പോൾ സണ്ണി ജോസഫ് KPCCയുടെ അധ്യക്ഷ പദവിയിലേക്ക് വരുന്നത് ഏറെ വിവാദങ്ങൾക്കിടയിലാണ്. കെ സുധാകരൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ അദ്ദേഹത്തിനെ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയത് തന്നെ വലിയ അതൃപ്തികൾക്ക് ഇടവച്ചിരുന്നു. അതിനിടയിലാണ് സണ്ണി ജോസഫിൻ്റെ കടന്നുവരവ്. സണ്ണി ജോസഫ് വലിയ ഗ്രൂപ്പിസത്തിൻ്റെ വക്താവൊന്നുമല്ല, പക്ഷേ അദ്ദേഹത്തിന് ഒരു പുതിയ ശൈലിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ശൈലിയുടെയും പ്രത്യേകത
ഈ വലിയ പ്രസ്താവനകൾക്കും അപ്പുറം കൃത്യമായ ചില തന്ത്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു, തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇതൊക്കെയാണ് സണ്ണി ജോസഫിൻ്റെ പ്രത്യേകതയായി പൊതുവിൽ പറഞ്ഞു വരുന്നത്. അങ്ങനെയെങ്കിൽ അതും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കപ്പെടും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിൻ്റെ മുഖങ്ങളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊന്നും തൽക്കാലം സണ്ണി ജോസഫിൻ്റെ പേരൊന്നും ഉയർന്നു വരാൻ സാധ്യതയില്ല. പക്ഷേ KPCC അധ്യക്ഷ പദവിയിൽ അദ്ദേഹത്തിൻ്റെ ഭാവി നിശ്ചയിക്കുന്നതിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നിർണായകമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിനകം തന്നെ സണ്ണി ജോസഫിൻ്റെ പ്രവർത്തനങ്ങളിൽ ചില അതൃപ്തികളൊക്കെ പരസ്യമായും രഹസ്യമായും ഹൈക്കമാൻഡിന് മുന്നിൽ എത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അതിലെല്ലാം തൻ്റെ തന്ത്രമാണ്, തൻ്റെ സംഘടനാ മികവാണ് വിജയിച്ചത് എന്ന് തെളിയിക്കാൻ ഈ തദ്ദേശ വിജയം ഉണ്ടായേ തീരൂ സണ്ണി ജോസഫിന് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നോക്കാം അടുത്ത വ്യക്തി. അതാരാണ്? മറ്റാരുമല്ല, രാജീവ് ചന്ദ്രശേഖർ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. കഴിഞ്ഞ പാർലമെൻറ്റിലെ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം താൻ രാഷ്ട്രീയം തന്നെ ഉപേക്ഷിച്ചു എന്ന ഒരു സമാന്തര പ്രഖ്യാപനം നടത്തിയ ശേഷം അപ്രതീക്ഷിതമായി BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കടന്നു വന്നയാളാണ് രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖറിന് ഈ തെരഞ്ഞെടുപ്പ് എത്ര കണ്ട് നിർണായകമാവുമെന്ന് ചോദിച്ചാൽ ഒരുപക്ഷേ രാജീവ് ചന്ദ്രശേഖർ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പ് പരീക്ഷണമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. പല കാരണങ്ങൾ കൊണ്ട് അതുണ്ടാവുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് രാജീവ് ചന്ദ്രശേഖരൻ അധ്യക്ഷനായതിനു ശേഷം നടന്നതാണ്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ നിലമ്പൂരിൽ BJP മത്സരിക്കേണ്ടത് പോലുമില്ല എന്ന നിലപാടെടുത്തതാണ്. പക്ഷേ പിന്നീട് അത് നിലപാട് മാറ്റി അദ്ദേഹം മത്സരിക്കുകയും ചെയ്തു. ഒടുവിൽ ഇതാ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പ് BJPക്ക് സുപ്രധാനമായ ഇടം സൃഷ്ടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം നമ്മൾ കണ്ടതാണ്. BJPക്ക് സംസ്ഥാന വ്യാപകമായി വലിയ വിജയങ്ങൾ നൽകിയതാണ് ആ തദ്ദേശ തെരഞ്ഞെടുപ്പ്. BJPക്ക് കൂടുതൽ അംഗങ്ങളുണ്ടായി, BJP നയിക്കുന്ന പഞ്ചായത്തുകളുണ്ടായി, 2 നഗരസഭകളുണ്ടായി, ഇങ്ങനെ വലിയ വിജയങ്ങളുണ്ടായതാണ്. പക്ഷേ അതിനുമപ്പുറം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന അവകാശവാദം ശരിയെന്ന് തെളിയിക്കണം. ഏറ്റവും ഒടുവിൽ നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ അനുകൂല സാഹചര്യം വരെ BJPക്ക് മുന്നിലുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ ഈ സംസ്ഥാന പ്രസിഡന്റിന് കഴിയുന്നോ എന്ന ചോദ്യം കൂടിയുണ്ട്. അതായത് BJPയുടെ വിജയം അത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പ്രകടനമായി വിലയിരുത്തപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. BJPക്ക് അവരുടെ സാന്നിധ്യം വലുതാക്കണം, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുമെന്ന അവകാശവാദങ്ങളൊക്കെ ശരിയെന്ന് തെളിയിക്കപ്പെടണം, അതല്ലെങ്കിൽ കൂടുതൽ നഗരസഭയിലേക്ക് സാന്നിധ്യം ഉറപ്പിക്കണം, കൂടുതൽ അംഗങ്ങളുണ്ടാവണം, കൂടുതൽ പഞ്ചായത്തുകൾ പിടിക്കണം. ഇതൊക്കെ സംഭവിച്ചാൽ മാത്രമേ കേരളത്തിൽ വോട്ട് ശതമാന വർധനവ് മാത്രമല്ല തദ്ദേശ ഇടങ്ങളിലെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണം. 25% വോട്ട് ശതമാനം വർധനവുണ്ടാകുമെന്നതാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ നേരത്തെ പ്രഖ്യാപിച്ചത്. ഈ പ്രഖ്യാപനത്തിനോടൊപ്പം എത്താനെങ്കിലും രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ BJPക്കകത്ത് പൊതുവിൽ പ്രതിസന്ധി ഉണ്ടാകും. BJPക്കകത്ത് പുതിയൊരു ശൈലിയുമായി കടന്നു വന്നയാളാണ് രാജീവ് ചന്ദ്രശേഖർ. നമുക്കറിയാം BJPയുടെ പരമ്പരാഗതവാദികൾക്കൊക്കെ ഏറെ എതിർപ്പുണ്ടാക്കിയ ഒരു ശൈലിയാണ് അദ്ദേഹം ഇപ്പോഴും തുടരുന്നത്. ഈ ശൈലി തന്നെ ഇനി മുന്നോട്ട് മതിയോ എന്ന കാര്യം കൂടി നിശ്ചയിക്കപ്പെടുന്നതാവും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം എന്നതാണ് നിർണായകം. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന രാഷ്ട്രീയ നേതാവിനും ഈ തെരഞ്ഞെടുപ്പ് ഫലം അങ്ങേയറ്റം നിർണായകമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ നമ്മൾ പരാമർശിച്ചു വന്ന 4 രാഷ്ട്രീയ നേതാക്കളുടെ ഭാവി നിശ്ചയിക്കുന്നതിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുള്ള പ്രാധാന്യം അങ്ങേയറ്റം വലുതാണ്. ഇനിയാണ് നമ്മൾ മുമ്പ് പരാമർശിക്കപ്പെട്ട അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ട ആ പേരുകാരൻ വരുന്നത്. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്തുകൊണ്ട് പിണറായി വിജയനെ വിട്ടുകളഞ്ഞു എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ പിണറായി വിജയനും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിർണായകം തന്നെയാണ്. പക്ഷേ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് മുമ്പും പലവട്ടം പല കാലഘട്ടങ്ങളിൽ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ടുകൂടിയാണ് ഈ 4 പേരുടെ ഗണത്തിലേക്ക് പിണറായി വിജയൻ്റെ പേര് നമ്മൾ ഉൾപ്പെടുത്താത്തത്. പിണറായി വിജയൻ ഭരണ തുടർച്ച നേടിയതിലൂടെ തന്നെ അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണെന്നും ഒരു മികച്ച നേതാവാണെന്നും കാര്യമൊക്കെ അംഗീകരിക്കപ്പെട്ടതാണ്. പക്ഷേ ഇനിയും ഇടതുമുന്നണിക്ക് ഒരു ഭരണ തുടർച്ചയുണ്ടാവണമെങ്കിൽ അത് തദ്ദേശ വിജയം അനിവാര്യമാണ്. അത് മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ കൂടിയായി മാറും. പക്ഷേ അതിനുമപ്പുറം മറ്റ് 4 നേതാക്കൾക്കാണത് നിർണായകമാവുക എന്നതാണ് നമ്മൾ ആ ഗണത്തിലേക്ക് പിണറായി വിജയനെ ഉൾപ്പെടുത്താതിരുന്നത്. സ്വാഭാവികമാണ്. വീണ്ടും ഇനി ഇടതുമുന്നണിക്ക് ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി ആരാവും? പിണറായി വിജയൻ വീണ്ടും വരുമോ? ഇങ്ങനെ ചോദ്യങ്ങൾ പലതുണ്ട്. ഒരുപക്ഷേ തദ്ദേശ വിജയമുണ്ടായെങ്കിൽ ആ സാധ്യത ഒന്നുകൂടി വർദ്ധിപ്പിച്ചേക്കാം. എന്നാൽ തദ്ദേശത്തിൽ ഒരു തിരിച്ചടി ഉണ്ടായെങ്കിൽ പുതിയൊരു മുഖത്തെ വെച്ച് പരീക്ഷണത്തിന് ഇടതുമുന്നണി തയ്യാറാകുമോ? മുഖ്യമന്ത്രിയുടെ പിന്നോട്ട് പോക്കാകുമോ? ഇങ്ങനെ ചോദ്യങ്ങളും സ്വാഭാവികമായും ഉയരുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് എല്ലാ അർത്ഥത്തിലും നിർണായകമാണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ, നമ്മുടെ പ്രാദേശിക സർക്കാരുകളിൽ പുതിയ നേതൃത്വം അധികാരത്തിൽ വരുന്നു എന്നതിനപ്പുറം അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രാധാന്യം
അങ്ങേയറ്റം വലുതാണ്. അത് ചില നേതാക്കളുടെ രാഷ്ട്രീയ ഭാവിയിൽ അങ്ങേയറ്റം നിർണായകവുമാണ്. ആര് ജയിക്കും, ആര് വീഴും, നമുക്ക് കാത്തിരുന്ന് കാണാം.